ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തിങ്കളാഴ്ചയാണേ. ഇന്ന് വിദ്യാഭ്യാസ ബന്ധമായത് കാരണം ആർക്കും പഠിത്തമില്ലായിരുന്നു. രണ്ട് മക്കൾക്കും പഠിത്തമില്ലായിരുന്നേ. അത് കാരണം ഞാൻ ഒരുപാട് ലേറ്റായിട്ടാണ് ഇന്ന് എഴുന്നേറ്റത്. 7:30 ആയപ്പോഴാണേ ഉറക്കം എണീറ്റത്. പിന്നെ കുറച്ച് നേരം മക്കളുമായിട്ടൊക്കെ കാര്യമൊക്കെ പറഞ്ഞിരുന്ന് ഒരു 8 മണിയൊക്കെ ആയി കേട്ടോ അടുക്കളയിലോട്ട് വന്നപ്പോഴത്തേക്ക്. പിന്നാണെങ്കിൽ ഇന്നാണെങ്കിൽ ദോശയും അപ്പവുമാണ്. എന്ന് വെച്ചാൽ കുറച്ച് ദോശയുടെ മാവും കുറച്ച് അപ്പത്തിൻ്റെ മാവും ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പം അതങ്ങ് ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതാ ഈ കാണിക്കുന്നതേ ഞങ്ങളുടെ വീട്ടിൻ്റെ അപ്പുറത്തുനിന്ന് കൊണ്ടുവന്നതാണേ ഒരു കൊല റംബൂട്ടാൻ. നല്ല മധുരമായിരുന്നു കേട്ടോ. പിന്നാണെങ്കിൽ ഇന്ന് ആർക്കും പഠിത്തമില്ലാത്ത കാരണം പിന്നെ ചേട്ടനും ഇന്നങ്ങ് ലീവ് എടുത്ത് കേട്ടോ. അത് കാരണമാണ് എനിക്ക് ഉറങ്ങാൻ പറ്റിയത്. അല്ലെങ്കിൽ പിന്നെ ചേട്ടന് ചോറൊക്കെ കൊണ്ടുപോകേണ്ട കാരണം നേരത്തെ തന്നെ എണീറ്റേ പറ്റത്തുള്ളൂ കേട്ടോ. പിന്നെ ഇനി 9 മണിയാകുമ്പോഴത്തേക്കെങ്കിലും കാപ്പി കുടിക്കണമെങ്കിൽ ഇപ്പോൾ എങ്കിലും ഉണ്ടാക്കി തുടങ്ങിയാലേ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ അപ്പത്തിനും ദോശയ്ക്കും കൂടെ ചേരുന്ന ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. ഇന്ന് ഞാനാണെങ്കിൽ തക്കാളി കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടുന്ന ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും എല്ലാം ഞാൻ നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ട് കഴുകിയിട്ട് അത് കുനുകുനാന്ന് അരിഞ്ഞെടുക്കണേ. അത് ഞാൻ അതിൻ്റെ വേസ്റ്റൊക്കെ അന്നേരം തന്നെ ആ വേസ്റ്റ് ബക്കറ്റിനകത്തോട്ട് അങ്ങ് ഇടും കേട്ടോ. ആണെങ്കിൽ ഭയങ്കര കുരുട്ടീച്ചയുടെ ശല്യമാണ്. നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടോ ഈ കുരുട്ടീച്ച? മാങ്ങയും ചക്കയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങ് വലിയ ഈച്ചയും കുരുട്ടീച്ചയൊക്കെ ഭയങ്കര ശല്യമാണ് കേട്ടോ. ഞാൻ അതുകൊണ്ട് വേസ്റ്റെല്ലാം അന്നേരം തന്നെ ആ ബക്കറ്റിലിടും. എന്നിട്ട് ജോലിയെല്ലാം കഴിയുമ്പോൾ അതുകൊണ്ടൊന്ന് വേസ്റ്റ് ബിന്നിനകത്ത് തട്ടും. അങ്ങനെയാണേ. എപ്പോഴും എനിക്ക് പുറത്ത് കൊണ്ടുപോയി അവിടെയൊക്കെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. അപ്പോൾ അവിടെയൊക്കെ അങ്ങ് ഇട്ട് വൃത്തികേടാക്കണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ കറി വെക്കാൻ നോക്കിയപ്പം കറിവേപ്പിലയില്ല. പിന്നെ ഇച്ചിരി കറിവേപ്പിലയൊക്കെ ഒടിച്ച് അത് പുറത്ത് തന്നെ കൊണ്ടുപോയി അങ്ങ് കഴുകി വൃത്തിയാക്കി എടുത്ത് കേട്ടോ. സിങ്കിൽ വെച്ച് കഴുകുമ്പോൾ അവിടെ എല്ലാം അങ്ങ് വെള്ളം തെറിക്കും ഈ ഇലയുടെ നിന്നൊക്കെ. പിന്നെ ഞാൻ എന്താ പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കടുവും പൊട്ടിച്ചിട്ട് ബാക്കി നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ കടുക് പൊട്ടിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഈ അടപ്പ് വെച്ച് അടയ്ക്കും. കാര്യമെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അവിടെ എല്ലാം കടുക് തെറിച്ച് വീഴും കേട്ടോ. പിന്നെ ദാണ്ടെ വെളുത്തുള്ളി ഇട്ടൊന്ന് മൂത്ത് വരുമ്പം സവാള ഇട്ട് കൊടുക്കുക. മറ്റ് നമ്മൾ തക്കാളി കറി അല്ലല്ലേ, ഉള്ളിക്കറി വെക്കുമ്പോൾ നമ്മൾ സവാള നന്നായിട്ട് വഴണ്ട് വരണ്ടേ. ഇതിനാണെങ്കിൽ അത്രയ്ക്ക് അങ്ങ് ഒത്തിരി അങ്ങ് വഴണ്ട് വരേണ്ട കാര്യമില്ല. ചമക്കത്തക്ക രീതിയിലൊന്നും വഴണ്ട് വരണ്ട കേട്ടോ. ഇനി പിന്നെ ഞാൻ പൊടികളായിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും മാത്രമാണ് തക്കാളിക്കറിക്ക് ചേർത്ത് കൊടുക്കുന്നത്. നല്ല രുചിയായിട്ടുള്ള ഒരു കറിയാണിത് കേട്ടോ. പെട്ടെന്നാണ്, സിമ്പിളായിട്ട് നമുക്ക് വെച്ചെടുക്കാനും പറ്റും. പിന്നെ അത് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. തക്കാളിയെല്ലാം നന്നായിട്ട് ഉടയണം. ഉടഞ്ഞു വരുമ്പോഴേ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള കേട്ടോ. ഇതാണ്ട റംബൂട്ടാൻ ഫുള്ളും അച്ഛനും മക്കളൂടെ തിന്ന് തീർത്ത് കേട്ടോ. പിന്നെ തോടെല്ലാം ഒരു പാത്രത്തിനകത്താക്കി കൊണ്ടും വന്നിട്ടുണ്ട്. എന്നും രാവിലെ എണീറ്റ് ആദ്യം ചെയ്യുന്ന ജോലിയാണ് അരിയടപ്പത്തിടുക. ഇന്നാണെങ്കിൽ ഒരുപാട് ലേറ്റായ കാരണം ഞാൻ വിചാരിച്ച് കാപ്പിക്കുള്ള കറിയൊക്കെ അങ്ങ് ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ അരിയടപ്പിടാമെന്ന്. പയ്യനെ ചോറ് കഴിച്ചാൽ മതിയല്ലേ, ഇന്നാർക്കും കൊണ്ടുപോകണ്ടല്ലേ. അങ്ങനെ പിന്നെന്താ ഞാൻ അടുപ്പെല്ലാം വൃത്തിയാക്കി അടുപ്പ് തീയൊക്കെ പിടിപ്പിച്ച് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെക്കുവാണേ. ചോറിൻ്റെ വെള്ളം വെക്കുമ്പോൾ തന്നെ ഞാൻ കുടിക്കാനും കുറച്ച് വെള്ളം വെക്കും. കുറച്ച് വെള്ളമേ അതിനകത്ത് വെക്കത്തുള്ളൂ. പിന്നെ ഈ ചോറ് കലത്തിൻ്റെ മണ്ടയിൽ വെച്ച് ചൂടാക്കി ആ കലത്തിനകത്ത് നിറച്ചും വെള്ളമാക്കാം കേട്ടോ. എന്നിട്ട് ചോറ് ഊറ്റി കഴിയുമ്പം അതൊന്ന് എടുത്ത് വെച്ച് ആക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് തിളക്കേ. നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇതാണ് എൻ്റെ അരി ബക്കറ്റ്. ഇത് ഞങ്ങളെ വീട് പണിക്ക് കഴിഞ്ഞ് പെയിൻ്റ് അടിക്കാൻ നേരം പെയിൻറ്റ് വാങ്ങിച്ച ബക്കറ്റാണേ. ഞാൻ മട്ട റൈസാണ് ഉപയോഗിക്കുന്നത്. മട്ട എന്ന് വെച്ചാൽ പാലക്കാട് മട്ട ഉണ്ടല്ലേ, അതാണ് ഉപയോഗിക്കുന്നത്. ഒരു 1.5 മണിക്കൂർ കൊണ്ടൊക്കെ വെന്ത് കിട്ടും. ഒരുപാട് വേവില്ല. ചിലപ്പം കൊണ്ടുവരുമ്പോൾ ഒരു 1.25 മണിക്കൂറൊക്കെ വേവേണ്ടി വരും. ഞാൻ അന്നേരം പറഞ്ഞു വിടും ഇച്ചിരി വേവ് കുറഞ്ഞ അരി നോക്കി മേടിച്ചുകൊണ്ട് വരണേ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഭയങ്കര പാടാണ്. 2 മണിക്കൂറൊക്കെ വേവണമെങ്കിൽ ഒരുപാട് വിറകും ആവും, സമയം ഒരുപാട് എടുക്കും. അങ്ങനെ പിന്നെ അരിയൊക്കെ കഴുകി അടുപ്പത്തിട്ടിട്ടുണ്ട്. ഈ 1 ഗ്ലാസ് അരി കഴുകാൻ വേണ്ടി വലിയ ചരുകം എടുക്കുന്ന എന്തിനാന്ന് വെച്ചാലേ ഇതിനകത്തോട്ടാണ് ഞാൻ വെള്ളം ചൂടാക്കാനായിട്ട് അതിൻ്റെ മണ്ടയിൽ വെക്കുന്നത് കേട്ടോ. അത് കാരണമാണേ. പിന്നെ വേറൊരു പാത്രം എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിനകത്തിട്ട് കഴുകുന്നതാണേ. അങ്ങനെ കറിയൊക്കെ റെഡിയായി ഞാനതൊന്ന് പകർന്ന് മാറ്റുക. ഈ പാനിനകത്ത് തന്നെയാണ് ഞാൻ ഇനിയും ബാക്കി എല്ലാം വേവിച്ചെടുക്കുന്നത് കേട്ടോ. ഉച്ചക്കലത്തേക്കുള്ള തോരനും
മീൻ വറുത്തതും എല്ലാം ശരിയാക്കുന്നത് ഇതിനകത്താണ്. അപ്പോൾ നമുക്ക് ഒത്തിരി അങ്ങ് പാത്രം കഴുകാൻ കാണത്തില്ലല്ലേ. പിന്നെ ഞാൻ വിചാരിച്ച് ദോശയൊക്കെ അങ്ങ് ചുട്ടെടുക്കാമേ. അതോടൊപ്പം പാലും അങ്ങ് കാച്ചാൻ വയ്ക്കുകയാണേ. ഇന്നിപ്പം താമസിച്ചു പോയില്ലേ. സാധാരണ ഞാനാണെങ്കിൽ ജോലികളെല്ലാം തീർന്നിട്ടാണ് ഈ പാല് കാച്ചാൻ വെക്കുന്നത്. കാര്യമെന്ന് വെച്ചാൽ എത്ര ശ്രദ്ധിച്ചാലും ഞാൻ പാല് കാച്ചാൻ വെച്ചിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പം ആ പാല് തിളച്ച് പോകും കേട്ടോ. അത് കാരണം ഞാൻ അതിൻ്റെ അടുത്ത് നിന്ന് തന്നെ പാത്രമൊക്കെ എങ്ങാനും ഒന്ന് കഴുകാനായിട്ട് 1-2 പാത്രം ഉണ്ടെങ്കിൽ അതൊന്ന് കഴുകാൻ നേരത്ത് മാത്രമാണ് ഞാൻ പാലെടുപ്പത്ത് വെക്കുന്നത്. പിന്നെ നേരത്തെ പൊട്ടിച്ചുകൊണ്ട് വെച്ച കറിവേപ്പിലെല്ലാം അങ്ങ് ഊരിയിട്ട് വെച്ചത്. ഇതിപ്പോൾ ആണെങ്കിൽ ദോശ ഇവിടെ എന്തായാലും ഞാൻ അടുപ്പിൻ്റെ നിൽക്കുമല്ലേ, അത് കാരണം പിന്നെ പാലും കൂടെ അങ്ങ് വെച്ചത്. അപ്പം എങ്ങോട്ടും പോകുന്നില്ലല്ലോ, ദോശയും ചൂടും. അപ്പോൾ അതിൻ്റെ കൂടെ ഈ പാലും കൂടെ അങ്ങ് കാച്ചിയെടുക്കാമെന്ന് വിചാരിച്ചേട്ടാ. പിന്നെ ഉണ്ടല്ലേ ഈ ദോശ ചൂടുന്ന കല്ലുണ്ടല്ലേ, ആ ദോശ ചൂടുന്ന കല്ല് ഞാൻ ദോശ മാത്രമേ ചുടത്തുള്ളൂ. പിന്നെ വല്ലപ്പോഴും മുട്ട പൊരിക്കും, അല്ലാതെ വേറെ ഒന്നും ചെയ്യത്തില്ല കേട്ടോ. ചപ്പാത്തി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഈ ദോശക്കല്ലിനകത്ത് ഞാൻ ഉണ്ടാക്കത്തില്ല. അതിനായിട്ട് ഞാൻ വേറൊരു ദോശക്കല്ല് മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അന്നേരം എന്താ നമ്മുടെ ദോശ ചുട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് ഇളവി വരും കേട്ടോ. നന്നായിട്ട് നമുക്ക് മുരിയിച്ചെടുക്കാനൊക്കെ പറ്റും. പെട്ടെന്ന് ഇളവി വരും, അതിന് ഒട്ടിപ്പിടിക്കത്തെ ഒന്നുമില്ല. നമ്മളെ ദോശ പെട്ടെന്ന് തിരിച്ചിട്ടെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം നിങ്ങളും ദോശ ചുടുന്ന കല്ലിൽ ദോശ മാത്രം ചുടുക കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ പാലൊക്കെ ഒരുവിധം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പാലൊക്കെ ഒഴിച്ച് മാറ്റി വെച്ചിട്ട് ആ അടുപ്പിനകത്തോട്ട് നമുക്ക് അപ്പത്തിൻ്റെ മാവ് കുറച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞില്ലേ, അതും കൂടെ അങ്ങ് ചുട്ടെടുക്കാം. ഇപ്പോൾ തന്നെ ഒരു 9 മണിയൊക്കെ കഴിഞ്ഞ് 9:15 ആവാറായി. അവിടുന്ന് അമ്മാൾ വിളി വന്നു, അമ്മ ഇതുവരെ ഒന്നും ആയില്ലേ, എനിക്ക് വിശക്കാൻ തുടങ്ങിയെന്ന്. കാര്യം എന്ന് വെച്ചാൽ അവരെന്ന് സ്കൂളിൽ പോകുമ്പം 8 മണിക്ക് മുമ്പേ ഫുഡ് കഴിക്കത്തില്ലേ. അപ്പം ഇന്നാണെങ്കിൽ ഒരുപാട് ലേറ്റ് ആവുകയും ചെയ്തു. അപ്പം നന്നായിട്ട് വിശക്കാനും തുടങ്ങി. എല്ലാവരും ലേറ്റായിട്ടല്ലേ എണീറ്റത്, അത് കാരണം താമസിച്ച എല്ലാ അടുക്കളയിലോട്ട് വന്നതും പിന്നെ പാചകം തുടങ്ങിയതും എല്ലാം താമസിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഏതാണ്ട് ഒരടുപ്പിൽ ഞാൻ ദോശയും ചുട്ട് ഒരടുപ്പിൽ ഞാൻ അപ്പവും ചുട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയാണേ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ തീയൊക്കെ ഒന്ന് കെട്ടുപോയായിരുന്നു, അതൊക്കെ ഒന്ന് ഊതി ഒന്ന് ആക്കി വെച്ച് കേട്ടോ. പിന്നെ ഞാൻ ദോശയും അപ്പമൊക്കെ ചുട്ടുകൊണ്ടിരിക്കുന്ന സമയത്തേ പാത്രങ്ങളൊക്കെ അന്നേരം ഉള്ളതങ്ങ് കഴുകി വെക്കുമായിരുന്നേ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചോറും കറിയെല്ലാം വെന്ത് കഴിയുമ്പോൾ പിന്നെ അതിനായിട്ട് കുറേ സമയം നമ്മൾ കഴുകാനായിട്ട് സമയം എടുക്കും കേട്ടോ. അത് കാരണം ഞാൻ അന്നേരം ഉള്ളത് അന്നേരം തന്നെ അങ്ങ് കഴുകിയെടുക്കും കേട്ടോ. ഇനിയിപ്പോൾ ആണെങ്കിൽ നമ്മൾ ഇനി കാപ്പി കുടിച്ചിട്ട് വരുമ്പോഴത്തേക്കുള്ള ജോലിയെ കാണത്തുള്ളൂ. പിന്നെ എനിക്കിന്ന് തയ്യക്കടയിലും പോകണം. ബേബുവിൻ്റെ യൂണിഫോം ആണെങ്കിലേ ഇന്നായിരുന്നു അവർക്ക് സ്കൂൾ തുറപ്പ്. സ്കൂളിൽ ക്ലാസ് തുടങ്ങുന്നത് +1-ൻ്റെ 18-ാം തീയതി അവർക്ക് ഓപ്പണിംഗ് ആയിരുന്നു. പിന്നെ ആണെങ്കിൽ അവർക്ക് തിങ്കളാഴ്ച മുതലേ ഉള്ളെന്ന് പറഞ്ഞ കാരണം ഇന്ന് മുതലായിരുന്നു. പക്ഷേ ഇന്ന് ഹർത്താലല്ലല്ലേ, വിദ്യാഭ്യാസ ബന്ധായ കാരണം ഇനിയിപ്പോൾ നാളെ മുതലേ ഉള്ളൂ. അന്നേരം ഇന്നലെ ഇട്ട് നോക്കിയപ്പോഴാണ് അതിൻ്റെ കോട്ടിൻ്റെ എംബ്ലം ഇച്ചിരി താഴോട്ടായിപ്പോയി. പിന്നെ അത് അഴിച്ച് കറക്റ്റാക്കാൻ കൊണ്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് മേടിക്കാൻ പോകണം. അപ്പോഴത്തേക്ക് ഞാൻ വെണ്ടയ്ക്കയൊക്കെ ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടാണ് പോയത്. തിരിച്ചു വന്നപ്പോഴത്തേക്ക് എൻ്റെ തീയെല്ലാം കെട്ടുപോയിരുന്നു. പിന്നെ ഞാൻ ആദ്യം മുതൽ വീണ്ടും വിറകൊക്കെ വെച്ച് അടുപ്പ് ഒന്നുകൂടെ ഒന്ന് കത്തിച്ച് കൊടുത്തത് കേട്ടോ. ഇനിയിപ്പം നാളത്തേക്കുള്ള കാപ്പിക്കുള്ള അരി വെള്ളത്തിൽ ഇടുവാണ്, അല്ലെങ്കിൽ പിന്നെ ഞാനങ്ങ് മറന്നു. രാവിലെ തന്നെ ഇട്ടില്ലെങ്കിൽ പിന്നെ വൈകിട്ടാകുമ്പോഴായിരിക്കും അയ്യോ അരിയാട്ടാൻ അരി കാപ്പിക്കുള്ള അരി ഇട്ടില്ലല്ലേ എന്ന് ഓർക്കുന്നത് കേട്ടോ. അത് കാരണം ഞാൻ പിന്നെയും ഞാൻ ദോശയ്ക്കാണ് ഇട്ടത്. പിന്നെ അവിടെ അമ്മാൾ ഭയങ്കര വഴക്കാണ്, എന്നും ദോശ എപ്പോൾ ഉള്ളൂന്ന്. പക്ഷെ പുട്ടാണെങ്കിൽ അവർ മോക്കാണെങ്കിൽ ട്യൂഷന് കൊണ്ടുപോയാണ് കാപ്പി കുടിക്കുന്നത്. രാവിലെ 6:30-ക്ക് ട്യൂഷൻ തുടങ്ങും. അപ്പോൾ പിന്നെ ആ സമയത്ത് കൊണ്ടുപോകുമ്പം 8 മണിയാകുമ്പോഴത്തേക്ക് എടുക്കുമ്പോൾ ഇച്ചിരി അങ്ങ് തണുത്ത് പോകത്തില്ലേ. പുട്ടാകുമ്പോൾ ഇച്ചിരി ചൂടോടെ കഴിക്കാനെല്ലാം പറ്റും. അത് കാരണം പിന്നെ ഞാൻ പുട്ട് അങ്ങനെ കൊടുത്തു വിടാറില്ല. പിന്നെ ഇടിയപ്പം ആണെങ്കിൽ രാവിലെ എണീറ്റ് ഉണ്ടാക്കാൻ ഇച്ചിരി നേരത്തെയൊക്കെ എണീക്കേണ്ടി വരും. അത് കാരണം പിന്നെ ഞാൻ ദോശയ്ക്ക് തന്നെ ഇട്ട് കേട്ടോ. ഞാനൊരു 5:15 5:20 ആകുമ്പോഴാണ് എണീക്കുന്നത്. ഇച്ചിരൂടെയൊക്കെ ഈ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വേറെ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരൂടെ നേരത്തെയൊക്കെ എണീക്കും. ചപ്പാത്തിയൊക്കെ ആണെങ്കിൽ ഞാൻ തലേന്നേ പരത്തി അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചേക്കും കേട്ടോ. അങ്ങനെയാണ് ഞാൻ. പിന്നെ അന്നേരം രാവിലെ എണീറ്റ് ചുട്ടാൽ മതിയല്ലോ, പിന്നെ കറി ഉണ്ടാക്കിയാൽ മതിയല്ലേ. അതും അല്ലെങ്കിൽ പിന്നെ വണ്ടിയുടെ സമയമാകുമ്പോഴത്തേക്ക് അവർക്ക് പോകാൻ പറ്റത്തില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളെ കാപ്പുടിയൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ ഉച്ചക്കലത്തേക്കുള്ള വെണ്ടയ്ക്കയൊക്കെ അരിഞ്ഞെടുക്കുകയാണ്. ഇന്ന് തോരന്
വെണ്ടയ്ക്ക മെഴുക്കുരട്ടിയും പിന്നെ 5-6 മീനിരിപ്പുണ്ട് ചാള, അത് ഒന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ആണെങ്കിൽ ഇന്നലത്തെ ഇച്ചിരി മീൻകറി ഇച്ചിരി മോരും ഇരിപ്പുണ്ട്. പക്ഷേ ചേട്ടനൊക്കെ തലേന്നത്തെ കറി കൂട്ടാൻ ഇച്ചിരി പാടാണ് കേട്ടോ. അങ്ങനെ കൂട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇന്നിനിയിപ്പോൾ ആ കറികളെല്ലാം കളയുന്നത് എങ്ങനെ, ഭയങ്കര വിലയല്ലേ ഇപ്പം മീനൊക്കെ. മീൻ കിട്ടാനും ഇല്ല, ചന്തയിൽ പോയാൽ കുറച്ച് മീനൊക്കെയാണ് കിട്ടുന്നത്. 100 രൂപയ്ക്കൊന്നും ഇപ്പം മീനേ ഇല്ല. അപ്പം അത് കാരണം ഞാൻ പറഞ്ഞ് ഈ കറിയൊക്കെ ഇന്ന് കൂട്ടി തീർക്കണം. ഇനിയിപ്പോൾ ഇന്ന് ചോറ് കൊണ്ടുപോകുമ്പോഴൊക്കെ നമ്മൾ തലേന്നത്തെ കറിയൊക്കെ കൊണ്ടുപോകുമ്പം അതൊരു ബുദ്ധിമുട്ടല്ലേ. അത് കാരണം ഞാൻ തലേന്നത്തെ കറികളൊന്നും അങ്ങനെ പുറത്ത് കൊണ്ടുപോയി കഴിക്കാൻ നേരം കൊടുത്തു വിടാറില്ല. പിന്നെ ഇന്നാണെങ്കിൽ ഇന്നലത്തെ കറി തോനെ ഇരിക്കുന്ന കാരണം പിന്നെ ഞാൻ വിചാരിച്ച് ഇന്നിനിപ്പോൾ അത് ഇനി കറി വെക്കണ്ട, ഇനി അതങ്ങ് വറുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ചാള എടുത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുന്നത്. അപ്പോഴത്തേക്ക് എൻ്റെ അരിയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. എന്താണ്ട് ഇനി കുടിക്കാനുള്ള വെള്ളം ഒരു ജസ്റ്റ് കുറച്ച് ഒരു 10 മിനിറ്റ് തിളയ്ക്കുമ്പോഴത്തേക്ക് ചൂട് വെള്ളം അങ്ങോട്ട് വെക്കുമ്പോഴത്തേക്ക് അതങ്ങ് തിളയ്ക്കും കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മളത് ചൂടാക്കി വെച്ചേക്കുന്ന വെള്ളം ആയത് കാരണം അപ്പോൾ കുറച്ച് വിറക് മതി, നമുക്ക് പെട്ടെന്ന് വെള്ളം തിളച്ച് കിട്ടും കേട്ടോ. അത് കാരണമാണ് ഞാൻ ഇങ്ങനെ വെള്ളം ചൂടാക്കി ഒഴിച്ച് വെക്കുന്നത്. പിന്നെ നമ്മൾ കാശ് കൊടുത്താണ് വിറകൊക്കെ വാങ്ങിക്കുന്നത്. നമുക്ക് തെങ്ങൊന്നും അധികം ഇല്ല, പിന്നെ പറമ്പൊന്നുമില്ല. അത് കാരണം മരങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വിറക് നമ്മൾ കാശ് കൊടുത്താണ് മേടിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി ഒന്ന് പിശുക്കിയാണ് വിറകൊക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ദാണ്ട വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞതൊന്ന് ഇനിയൊന്ന് മെഴുക്ക് പുരട്ടാനായിട്ട് വെക്കാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ എടുത്ത ആ പാൻ തന്നെയാണ് കഴുകി എടുത്തത്. ഇനി ഈ വെണ്ടയ്ക്കാണെങ്കിൽ ആദ്യം നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഇച്ചിരി ഉപ്പും ഇട്ട് ഒരു കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കണം കേട്ടോ. പിന്നെ നമ്മൾ തുറന്ന് വെച്ചേ വെണ്ടയ്ക്ക വേവിക്കാവൂ. കാര്യം എന്ന് വെച്ചാൽ ഇതൊന്ന് ഒതുങ്ങി കിട്ടാൻ വേണ്ടി നമ്മൾ ആദ്യം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കണം. പിന്നെ ആണെങ്കിൽ നമ്മൾ തുറന്ന് വെച്ച് വേവിച്ചില്ലെങ്കിലേ അതങ്ങൊരു മാതിരി കുഴഞ്ഞ കണക്കാവും കേട്ടോ. അത് കാരണം ഞാൻ എപ്പോഴും വെണ്ടയ്ക്ക തുറന്ന് വെച്ചാണ് ആക്കുന്നത്. അപ്പോൾ ആ വഴുവഴുപ്പൊക്കെ അങ്ങ് പോയി കിട്ടും. പിന്നെ ദാണ്ട ഞാനാണെങ്കിൽ ഇനി ഇച്ചിരി ചമ്മന്തി അരയ്ക്കണമായിരുന്നു. അതിന് ഇച്ചിരി തേങ്ങയൊക്കെ പൊട്ടിച്ച് ചെയ്ത് കേട്ടോ. അപ്പോഴത്തേക്ക് തേങ്ങ പൊട്ടിച്ച് അപ്പോൾ പൊട്ടിയിരിക്കുമ്പോൾ ഇടയ്ക്ക് ഇച്ചിരി ഇളവി വരത്തില്ലേ, അതിനിപ്പോൾ തിരുമാനെടുത്താലും അത് ഇളവി അങ്ങ് വീഴത്തേ ഉള്ളൂ. അത് കാരണം പിന്നെ ഞാനതങ്ങ് കഴിച്ച് ചെയ്ത് കേട്ടോ. പിന്നെ തേങ്ങാവെള്ളം മോളെന്തോ എടുക്കാനായിട്ട് അടുക്കളയിൽ വന്നപ്പോൾ ഞാൻ തേങ്ങാവെള്ളം കുടിക്കാൻ പോകുന്നു. അന്നേരം അവളതങ്ങ് മേടിച്ച് കുടിച്ച്. പിന്നെ ദാണ്ട ഞാൻ ഇച്ചിരി ചമ്മന്തിയും കൂടെ അരയ്ക്കണം. കാര്യം എന്ന് വെച്ചാൽ തലേന്നത്തെ കറിയെ ചിലപ്പം കൂട്ടിയില്ലെങ്കിൽ എന്തോ ചെയ്യുക. അത് കാരണം ഇച്ചിരി ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അങ്ങനെ ഞാൻ 2-3 പച്ചമുളകും ചുമന്നുള്ളിയും മുളക് പൊടിയും ഉപ്പുമൊക്കെ ചേർത്ത് ഒരു നല്ല ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ച്. ഇച്ചിരി മാങ്ങാ ചമ്മന്തി അരയ്ക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ അരച്ച് കഴിഞ്ഞിട്ടാണ് ഓർത്തത് മാങ്ങ ഇരിപ്പുണ്ടായിരുന്നല്ലേ എന്ന്. പിന്നെ ദാണ്ട് കുഞ്ഞു ചാളയാണ്, ഒരു 5-6 ഉള്ളൂ അത്. പിന്നെ അതിനകത്തോട്ട് ഞാൻ കുരുമുളകും വെളുത്തുള്ളിയും കൂടെ ആദ്യം ഇടികല്ലിൽ വെച്ച് നന്നായിട്ട് ചതച്ചെടുത്തിട്ട് അതിനകത്തോട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പുപൊടിയും ഇച്ചിരി വെള്ളമൂടെ ചേർത്ത് നന്നായിട്ട് അതൊന്ന് കലക്കിയെടുക്കണം. എന്നിട്ട് പിന്നെ മീനകത്തോട്ട് പുരട്ടിയെടുക്കണം. ഇതാണെങ്കിൽ നെയ്യുള്ള ചാളയായിരുന്നേ അരപ്പ് പിടിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. ഒരു 10-15 മിനിറ്റ് ഞാനത് അങ്ങനെ തന്നെ വെച്ചിരുന്നിട്ടാണ് പിന്നാണ് അത് വറുക്കാനെടുത്തത് കേട്ടോ. പിന്നെ അപ്പോഴത്തേക്ക് വെണ്ടയ്ക്ക എല്ലാം റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് മുരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഒരു വഴുവഴുപ്പ് പോലെയാണ് നമ്മൾ വെണ്ടയ്ക്ക മുരിച്ചെടുത്തില്ലെങ്കിൽ. അത് കണക്കന്നെ അടച്ചു വെച്ച് വേവിക്കാതിരുന്നാൽ മതി. അപ്പം അത് നല്ലതായിട്ട് മുരിഞ്ഞ് തന്നെ വരും. അടച്ചു വെച്ച് വേവിക്കുമ്പോൾ അതങ്ങ് വഴുവഴുവാന്നായിപ്പോവും കേട്ടോ. പിന്നെ ഏതാണ്ട് ആ പാൻ തന്നെ ഞാൻ കഴുകിയെടുത്തിട്ട് മീൻ വറുക്കാനായിട്ട് വെച്ച് കേട്ടോ. അപ്പോൾ ഇന്നിത് ഇത്രയൊക്കെ കറികളൊക്കെ ഞാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ. ചമ്മന്തിയും വറുത്ത മീനും വെണ്ടയ്ക്ക വിഴുക്ക് പുരട്ടിയതും പിന്നെ ഈ അപ്പുറത്തെ അടുപ്പിൽ ഞാനാണെങ്കിൽ തലേന്നത്തെ മീൻകറി ചൂടാക്കി വെച്ചേക്കാണ്. മറ്റേ ചരുവത്തിനകത്ത് മോര് കാച്ചിയതും ഇരിപ്പുണ്ട്. അപ്പോൾ പിന്നെ ആ മീൻ വറുക്കുന്ന സമയത്താണ് ഞാൻ വിചാരിച്ച് ഇവിടെ എല്ലാം അങ്ങ് തുടച്ച് വൃത്തിയാക്കാനേ. അങ്ങനെ പിന്നെ ഇനിയിപ്പം മിക്സിയുടെ ഉപയോഗമൊക്കെ കഴിഞ്ഞപ്പോൾ മിക്സിയൊക്കെ അങ്ങ് തുടച്ച് വൃത്തിയാക്കി വെക്കുകയാണ് കേട്ടോ. എല്ലാ ദിവസവും നമ്മൾ മിക്സി ഇതൊക്കെ തുടയ്ക്കണം, എന്നും തുടയ്ക്കണം. അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് അങ്ങ് അഴുക്ക് പിടിക്കും കേട്ടോ. നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ അടിഭാഗവും അതേ കണക്ക് തന്നെ നമ്മൾ എന്നും കഴുകുമ്പോൾ മിക്സിയുടെ ജാറിൻ്റെ അടിഭാഗം ജസ്റ്റ് ഒന്ന് കഴുകി കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ ഒരുമാതിരി ഒരു വഴുവഴാന്നങ്ങ് അഴുക്ക് പിടിക്കും പെട്ടെന്ന്. നമ്മുടെ മിക്സി പെട്ടെന്ന് ചോരിയും. പിന്നെ നമ്മളത് കുത്തി ഇളക്കിയൊക്കെ കഴുകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മിക്സി ചോരിയൊക്കെ ചെയ്യും കേട്ടോ. മിക്സിയല്ല, മിക്സിയുടെ ജാറ്. അത് കാരണം നമ്മൾ എന്നും നമ്മൾ വൃത്തിയാക്കുമ്പം നമ്മുടെ മിക്സിയുടെ ജാറും മിക്സിയും എല്ലാം വൃത്തിയായിട്ട് തുടച്ച് വൃത്തിയാക്കി വെക്കണം. പിന്നെ അതാണ്ട് ഞാൻ അവിടെയൊക്കെ അങ്ങ് പെട്ടെന്ന് അങ്ങ് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ച്. അന്നേരം നമ്മൾ ജോലി തീരുമ്പോഴത്തേക്ക് തുടപ്പും കഴുകക്കും പാത്രമെല്ലാം ഞാൻ അന്നേരം അങ്ങ് കഴുകിയാണ്. ഇനി ആ മീൻ വറുക്കുന്ന ആ ഒരു പാത്രവും കൂടെ ഉള്ളൂ കഴുകാൻ കേട്ടോ.
ബാക്കിയെല്ലാം ഞാൻ അന്നേരം തന്നെ കഴുകി അങ്ങ് കൊട്ടയ്ക്കകത്ത് കമത്തി വെക്കും കേട്ടോ. നമുക്ക് ഒന്നാമതേ സ്പേസ് കുറവാണ് അടുക്കളയിൽ. പിന്നെ നമ്മുടെ ഈ പാത്രം എല്ലാം കൂടെ അങ്ങനെ വയ്ക്കുമ്പം അവിടെ മിക്സിയും എല്ലാം കൂടി ഇരിക്കുന്നതാണ് അവിടെ എല്ലാം കൂടെ അങ്ങ് ഭയങ്കര എന്തരാകും കേട്ടോ, കുന്നുകൂടി കിടക്കും. അത് കാരണം ഞാൻ അന്നേരം ഉള്ളത് അന്നേരം തന്നെ അങ്ങ് കഴുകിയെടുക്കും കേട്ടോ. കുറച്ച് സ്പേസേ ഉള്ളൂ എൻ്റെ അടുക്കളയിൽ. ഇതാ ഈ ഒരു ജസ്റ്റ് ഇത്രയും ഭാഗവും പിന്നെ ആ സിങ്കിൻ്റെ ഭാഗവും പിന്നെ അടുപ്പും, നമ്മുടെ വിറകടുപ്പിക്കുന്നത് കൊച്ചൊരു അടുക്കളയാണേ. ഒരു ഒന്ന് രണ്ട് പേർക്ക് ഒന്നിച്ചിന്ന് നമുക്ക് പാചകം ചെയ്യാൻ എൻ്റെ അടുക്കളയിൽ പറ്റത്തില്ല. വീതി കുറവും നീളമുള്ള അടുക്കളയാണേ. വീതി ഇത്രയും വീതിയേ ഉള്ളൂ. ഉണ്ടോ, ഒരാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പിരിയാനും സ്ഥലമുള്ളൂ. അത് കാരണം നമ്മൾ വാരി വലിച്ചൊക്കെ ഇടുവാണെങ്കിൽ പിന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അത് വൃത്തിയാക്കാൻ പിന്നെ ഒരുപാട് നേരം എടുക്കും. ഞാൻ ഗ്യാസ് മാത്രം ലൈസോൾ ഇട്ടാണ് തുടയ്ക്കുന്നത്. ലൈസോളിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചൊരു ഈ ഹാൻഡ് വാഷിൻ്റെ കുപ്പി ഉണ്ടല്ലേ, അതിനകത്ത് ഒഴിച്ച് വെച്ചേക്കുകയാണ്. അപ്പം ജസ്റ്റ് അത് ഇച്ചിരി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെയാണ് ഞാൻ ഗ്യാസ് തുടച്ചെടുക്കുന്നത്. അപ്പം നല്ല തിളക്കത്തോടു കൂടി ഇരിക്കും കേട്ടോ. ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു ഗ്യാസ് അടുപ്പാണ് എൻ്റെത് കേട്ടോ. പിന്നെ അത് ആ ജോലിയൊക്കെ തീർന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ സിങ്കും കൂടെ ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിടാണ്. ഞാൻ എന്നും രാവിലെയാണ് സിങ്ക് കഴുകി വൃത്തിയാക്കുന്നത്. പിന്നെ രാത്രിയിൽ ഇങ്ങനെ ഇത്രയും ഡീപ്പായിട്ട് തേച്ച് കഴിയൊന്നും എടുക്കത്തില്ല. അപ്പോഴത്തേക്ക് നമ്മൾ ജോലിയൊക്കെ ചെയ്ത് കുഴഞ്ഞ് പിന്നെ ഉറങ്ങാനൊക്കെ ഉള്ളൊരു എന്തെല്ലാമാകുമ്പോൾ അന്നേരം ഫുഡ് കഴിച്ച പാത്രമൊക്കെ ഒന്ന് ജസ്റ്റ് കഴുകി പിന്നെ ഇവിടെ നിന്ന് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ക്ലീനാക്കി ഇടത്തേ ഉള്ളൂ കേട്ടോ. എന്നും പാചകമെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതേണൊക്കെ ഞാൻ നന്നായിട്ട് പിന്നെ സ്ലാബും പിന്നെ ടൈലും എല്ലാം വൃത്തിയായിട്ട് തന്നെ തേച്ച് കഴുകി ഇടും കേട്ടോ. അപ്പോൾ നമുക്ക് ഭയങ്കര പിന്നെ നമ്മൾ അധികം പാചകമില്ലല്ലോ. രാത്രിയിൽ വല്ല ദോശയോ അങ്ങനെ ചപ്പാത്തിയോ അങ്ങനെയൊക്കെ ജസ്റ്റ് ഒരുപാട് പാത്രങ്ങളൊന്നും കഴുകാൻ കാണത്തില്ലല്ലോ. ചോറൊന്നും കഴിക്കുന്നില്ലല്ലോ. ചോറൊക്കെ ഒഴിയുമ്പോഴേ ഞാൻ കലമൊക്കെ അന്നേരം തന്നെ അങ്ങ് കഴുകി വെക്കും കേട്ടോ. ഉച്ചയ്ക്ക് ഇപ്പോൾ ഇനിയിപ്പോൾ ഇവർക്ക് ഇന്നിനിയിപ്പോൾ എല്ലാവരും ഉച്ചയ്ക്ക് ഇവിടെ ഉണ്ണുമല്ലേ. പിന്നെ ചോറൊക്കെ കൊടുത്തു വിടുന്നതാണെങ്കിൽ എല്ലാവരുടെയും ചോറ് പാത്രത്തിൽ ചോറിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ആ കലത്തിനകത്ത് കുറച്ച് ജസ്റ്റ് എനിക്ക് തിന്നാനുള്ള ചോറ് കാണത്തുള്ളൂ. അത് ഞാനൊരു പാത്രത്തിനകത്തോട്ട് തട്ടിയിട്ടിട്ട് ആ കലവും ഊറ്റി ഇടുന്ന പാത്രം ഉണ്ടല്ലോ അതൊക്കെ അന്നേരം തന്നെ അങ്ങ് കഴുകിയിടും കേട്ടോ. ഇന്ന് പിന്നെ ആരും ചോറുണ്ടില്ലല്ലോ, അത് കാരണമാണ് ആ കലമൊക്കെ അങ്ങനെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഞാൻ അന്നേരം തന്നെ എല്ലാം കഴുകി രാവിലെ തന്നെ എല്ലാം ഒതുക്കി അങ്ങ് വെക്കും. പിന്നെ ഒരു പാത്രം കഴുകൊക്കെ ഒന്നും കാണത്തില്ല കേട്ടോ. പിന്നെ ഇന്നാണെങ്കിൽ പെര തുടയ്ക്കേണ്ട ദിവസമാണ്. ഞാൻ 2-3 ദിവസം കൂടുമ്പോഴാണ് പെരയൊക്കെ തുടയ്ക്കുന്നത്. എന്നും ഒന്നിരാടൊന്നും ഞാൻ തുടയ്ക്കത്തില്ല. ഒരു 3 ദിവസമൊക്കെ കൂടുമ്പോഴേ ഞാൻ തുടയ്ക്കത്തുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ എൻ്റെ കൈക്കാണെങ്കിൽ ഒരു നന്നായിട്ട് വേദന വരും കേട്ടോ, നീരും വരും. കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് സ്ട്രെയിൻ എടുത്ത് അതൊന്ന് ഞാൻ പണ്ടൊന്ന് മറിഞ്ഞ് വീണിട്ട് ഒന്ന് കുഴ തെറ്റിയതായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് സ്ട്രെയിൻ എടുത്ത് ചെയ്യുമ്പോൾ ആ കുഴ തെറ്റിയ കൈ നന്നായിട്ട് നീര് വരും, എനിക്ക് വേദനയായിരിക്കും കേട്ടോ. അത് കാരണം ഞാൻ പിന്നെ 3 ദിവസം കൂടുമ്പോഴേക്ക് തുടയ്ക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ജോലിയൊക്കെ ഒരുവിധം തീർന്നു. ഈ തുടപ്പും കൂടെ കഴിഞ്ഞ് കഴിയുമ്പം എൻ്റെ ജോലിയൊക്കെ ഒരുവിധം തീർന്നു കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോലെ. അതേ കണക്ക് തന്നെ ലൈക്ക് ചെയ്യുകയും ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.